ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ കോടതിയലക്ഷ്യ നടപടിക്ക് വിധേയയായ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC സെക്രട്ടറി ബിജോയ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൊതുസ്ഥലങ്ങളിലെ ബോർഡുകൾ എടുത്തുമാറ്റണമെന്ന് കോടതി ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് ബോർഡുകൾ എടുത്തുമാറ്റുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിട്ട സീതാ രവീന്ദ്രന്റെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് അഡ്വക്കേറ്റ് CB രാജീവ് പറഞ്ഞു. കോടതി ഉത്തരവ് നിലനിൽക്കെ ചെയർപേഴ്സന്റെ ഉത്തരവ് അനുസരിക്കാതിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥയെ മറ്റൊരു സീറ്റിലേക്ക് സ്ഥലം മാറ്റിയെന്നും രാജീവ് ആരോപിച്ചു. ചെയർപേഴ്സൺ കോടതിയിൽ നൽകിയ മറുപടിയിൽ ഒരു ഭാഗത്ത് ബോർഡുകൾ എടുക്കാനുള്ള സെക്രട്ടറിയുടെ നടപടി തടഞ്ഞിട്ടില്ലെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് നൽകിയ വിശദീകരണത്തിൽ പരസ്പര വിരുദ്ധമായാണ് ചെയർപേഴ്സൺ മറുപടി നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവുകളെക്കുറിച്ച് അറിയില്ലെന്നാണ് ചെയർപേഴ്സൺ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരിക്ക് യോജിച്ച നടപടിയല്ലെന്ന് CB രാജീവ് സൂചിപ്പിച്ചു. അവര് കോടതിയലക്ഷ്യകാര്യതയിൽ ഞാൻ കൊടുത്തതായ പരാതിയിൽ 3 അഫിഡവിറ്റുകൾ ഫയൽ ചെയ്തു. 3 അഫിഡവിറ്റുകൾ. ആ 3 അഫിഡവിറ്റുകളിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഹൈക്കോടതിയുടെ ഗവൺമെന്റിന്റെ ഓർഡറുകൾ ഞാൻ അറിഞ്ഞിരുന്നില്ല, ബഹുമാനപ്പെട്ട കോടതി എന്നാണ് ഒന്നിൽ പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് വേറൊന്നിൽ പറഞ്ഞത് ഇല്ലീഗൽ ബോർഡ്സ് എടുത്തു നീക്കുന്നതിന് വേണ്ടി ഞാൻ സെക്രട്ടറിയോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഒരിടത്തിൽ പറഞ്ഞത്. മറ്റൊരിടത്തിൽ പറഞ്ഞത് ഞാൻ എല്ലാം എടുത്തു മാറ്റി എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കില്ലെന്നും കോടതി ഉത്തരവുകൾക്ക് വിധേയമായി സ്വകാര്യ സ്ഥലത്ത് അനുമതിയോടെ മാത്രമേ ബോർഡുകൾ സ്ഥാപിക്കുകയുള്ളൂ എന്ന് അഡ്വക്കേറ്റ് രാജീവ് വ്യക്തമാക്കി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചതിന്റെ ഫലമായി 27-ന് ചെയർപേഴ്സണോട് നേരിട്ട് ഹാജരാകുവാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്.